500 സ്ക്വയർ ഫീറ്റ് വരുന്ന വീട് പോലും പലപ്പോഴും നമുക്കൊക്കെ ചെറിയ വീടെന്ന് തോന്നാറുണ്ട്. പക്ഷേ ലോകത്ത് 100 സ്ക്വയർ ഫീറ്റ് പോലും ഇല്ലാത്ത അത്തരം നിർമ്മിതികളുണ്ട്. വീടെന്ന് വേണമെങ്കിൽ വിളിക്കാം. അത്തരത്തിലുള്ള 3 നിർമ്മിതികളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. ആദ്യത്തേത് പോളണ്ടിൽ സ്ഥിതി ചെയ്യുന്ന കെരറ്റ് ഹൗസ് എന്ന് പറയുന്ന ചെറിയൊരു കെട്ടിടമാണ്. കെട്ടിടം എന്ന് പറയാൻ പറ്റില്ല, ചെറിയ ഒരാൾക്ക് കഷ്ടിച്ച് അവിടെ നിൽക്കാൻ പറ്റും, താമസിക്കാൻ പറ്റും. 2 ബിൽഡിങ്ങിനിടയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. 3 അടി മുതൽ 5 അടി വരെയാണ് അതിന്റെ വീതി വരുന്നത്. അവിടെ ഉള്ള ഒരാൾ എഴുത്തുകാരനാണ് അവിടെ താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ എഴുത്തിനും മറ്റുമായിട്ടാണ് ആ ഏരിയ ഉപയോഗിക്കുന്നത്. രണ്ടാമത്തേത് യുണൈറ്റഡ് കിങ്ഡം ആണ്. ഗ്രേറ്റ് ബ്രിട്ടനിലാണ്. ബ്രിട്ടനിലെ ഏറ്റവും ചെറിയ വീട് എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത്. പേര് കീ ഹൗസ് എന്ന് പറയുന്ന ആണ് കെട്ടിടത്തിന്റെ പേര്. നല്ല റെഡ് കളറിൽ, നല്ല ചുവപ്പ് കളറിൽ പെയിന്റ് ഒക്കെ അടിച്ചാണ് അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കാരണം പണ്ടതൊരു മത്സ്യത്തൊഴിലാളിയുടെ വീടായിരുന്നു. അദ്ദേഹമാണ് അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇന്നത് ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് മാറിയിട്ടുണ്ട്. ആളുകളൊക്കെ വന്ന് കാണുന്ന ഫോട്ടോ ഒക്കെ എടുക്കുന്ന ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയിട്ട് ആ ഏരിയ മാറിയിട്ടുണ്ട്. വെറും 60 സ്ക്വയർ ഫീറ്റ് ആണ് അതിന്റെ ഏരിയ വരുന്നത്. അതിനുള്ളിൽ ചെറിയ കിച്ചണും ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. 10 അടി നീളവും 6 അടി വീതിയുമാണ് ആ ഒരു കെട്ടിടത്തിന് വരുന്നത്. മൂന്നാമത്തത് ജപ്പാനിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു നിർമ്മിതിയാണ്. ജപ്പാനിലെ ടോക്കിയോയിലാണ്. ടോക്കിയോ നമുക്കറിയാലോ, ലോകത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്ന ഒരു നഗരമാണ്. അപ്പോൾ അവിടെ അത്തരം ആളുകൾ ഉണ്ടാവും. ഒരുപാട് ആളുകൾ ഉണ്ടാകുമ്പോൾ അത്രയും ആളുകളെയും കൂടി അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അവിടെ ലിമിറ്റഡ് ആയ സ്പേസിൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ, സ്പേസ് പ്ലാനിങ്ങോട് കൂടിയിട്ടുള്ള കൺസ്ട്രക്ഷൻ വരണം. അങ്ങനെ അവിടെ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന മൈക്രോ അപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. 80 മുതൽ 90 സ്ക്വയർ ഫീറ്റ് വരെ വരുന്ന അപ്പാർട്ട്മെന്റുകൾ. അതിൽ കിച്ചൺ ഉണ്ടാവും, ടോയ്ലറ്റ് ഉണ്ടാവും, അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ടാവും. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ യൂസ് ചെയ്യുന്ന ഫർണിച്ചറുകളൊക്കെ മോഡുലാർ ഫോൾഡബിൾ ഫർണിച്ചേഴ്സ് ആയിരിക്കും. കാരണം സ്പേസ് ലിമിറ്റഡ് ആണല്ലോ. അപ്പോൾ ലിമിറ്റഡ് സ്പേസ് കൊണ്ട് അവിടെ മൾട്ടിപ്പിൾ പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫർണിച്ചറുകളും എക്യുപ്മെന്റ്സും ഒക്കെ ആയിരിക്കും ആ ഒരു ചെറിയ വീടിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക. എന്തായാലും വീടിന്റെ വലുപ്പമല്ല, നമ്മുടെയൊക്കെ വീട് എങ്ങനെ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതിനാണല്ലോ കാര്യം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം.